നമ്മൾ കയറി വന്ന വഴികളാട്ടോ. നേരെ പോകുന്നത് മഹാഭാരതത്തിൽ പാണ്ഡവന്മാർ ഒളിച്ചിരുന്ന വേണ്ടി കാത്തിരിക്കുകയാണ്. അവിടെ നിന്ന് വരും കേട്ടോ. നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പിനകത്ത് സാറ്റലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതേപോലെയാണ് ഇപ്പോൾ ഞാൻ. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉറുകുന്നിലെ കുരിശുമലയും ഒക്കെ നമ്മൾ കയറാൻ പോവുകയാണ്. നമ്മളിപ്പം കയറി തുടങ്ങി കേട്ടോ. അവിടെ നമ്മൾ ബൈക്ക് വെച്ചിട്ട് ഇവിടെ മെഴുതിരിയും കത്തിച്ചിട്ട് നമ്മൾ കയറുക. ഈ പാണ്ഡവൻ പാറ, ഈ കുരിശുമലയൊക്കെ ഒരു പാറയാണ്. ഈ പാറയെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുമ്പ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതങ്ങ് അത്രയ്ക്ക് ശരിയായില്ല. അപ്പോൾ ഒന്നും കൂടെ വന്ന് നല്ല രീതിയിൽ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അത് ഇന്നാണ് സാധിച്ചത്. നല്ല കയറ്റമാണ്. കഴിഞ്ഞ വർഷം അപ്പുറത്തൂടെ പോയതുകൊണ്ട് ഇത്രയ്ക്ക് കുത്തി നടക്കുന്ന കയറ്റം അല്ലായിരുന്നു കേട്ടോ. പക്ഷെ അപ്പുറത്തു നിന്ന് വഴി ശരിയല്ല, ഇങ്ങനെ സ്റ്റെപ്പൊന്നും ഇല്ല. അവിടെയാണ് കുരിശുമല. അത് കഴിഞ്ഞിട്ട് ഒരു അമ്പലമുണ്ട്. നമ്മൾ കയറി വന്ന വഴികളാട്ടോ. എന്നിട്ട് അവിടെ നിന്ന് കയറി വന്ന കയറി കുരിശുമലയുടെ അവിടെ എത്തിയാട്ടോ. ഈ പാറ ഉണ്ടോ? ഈ പാറയിൽ എന്താ കറുത്ത് ഇരിക്കുന്നത് അറിയാമോ? കരിഞ്ചെള്ളം ഉണ്ടല്ലോ, അതാണ് ഈ സംഭവം. കരിഞ്ചെള്ളങ്ങ് പറ്റി പിടിച്ചിരിക്കുക. നല്ല കാറ്റ്. ഇത്രയും കയറി വന്നിട്ട് ഈ കാറ്റുള്ളപ്പോൾ എൻ്റെ പൊന്നു എന്താ സുഖം. ഇതാണ് കുരിശുമലയിൽ നിന്നുള്ള വ്യൂ. രക്ഷയില്ല. കിടിലെന്ന് പറഞ്ഞാൽ പോലെ ഇതൊക്കെ മേലെ അവിടെയൊക്കെ എണ്ണപ്പനത്തോട്ടങ്ങളും അങ്ങോട്ടൊക്കെ. നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പിനകത്ത് സാറ്റലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതേപോലെയാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. എല്ലായിടത്തും പച്ചപ്പ് മാത്രം. മഴ പെയ്യുന്നു കേട്ടോ. അവിടെയൊക്കെ മഴ പെയ്യുക. ഇവിടെ ചെറുതായിട്ട് പൊടിക്കുന്നുണ്ട്. ഇനി ഏത് നിമിഷവും ഇങ്ങോട്ട് മഴ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മഴ പെയ്യുക. അവിടെ മഴ പെയ്യുന്നു. നമ്മളെങ്കിൽ അവിടെ ഏത് വെള്ളച്ചാട്ടം അറിയാൻ വയ്യ, നോക്കാം. ഞാൻ അതിൽ പോയിട്ടില്ല. അത് ഏത് വഴിയാണെന്ന് അറിയത്തില്ലല്ലോ. എന്തായാലും ഇങ്ങോട്ട് മഴ ചാറുന്നുണ്ട് കേട്ടോ. ആ ഉണ്ട്. താഴെയൊക്കെ കുരിശുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെയൊക്കെ നല്ല മഴ. ഞാൻ നിൽക്കുന്ന അവിടെയൊക്കെ ചാറുന്നു കേട്ടോ. ചാറുന്നത് ചെറുതായിട്ട് പൊടിക്കുന്നു. ഒരുപാട് ഏറിയ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഈ സൈഡ് ഫുള്ള് എന്താ പറയുക, എണ്ണപ്പനത്തോട്ടവും അങ്ങോട്ട് പോയാൽ ചെറിയ ചെറിയ സിറ്റികളൊക്കെ പോകും. പക്ഷേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫുള്ള് പശ്ചിമഘട്ടത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഫുള്ള് മല. അതിൻ്റെ ഇടയ്ക്ക് റെയിൽവേ ട്രാക്ക് ഇങ്ങനെ വളഞ്ഞ്, അതുകൊണ്ട് അവിടെ നിന്ന് വളഞ്ഞ് ഇങ്ങനെ വരുവാണ്. മഴ പെയ്യുന്നത് ഇങ്ങോട്ട് നല്ലോണം മഴ ചാറുന്നുണ്ട് കേട്ടോ. തെറ്റ് കിട്ടും. തെറ്റ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ കുരിശുമലയുടെ കുരിശ്. ഇത് അവിടെ നിന്ന് വരുമ്പോഴേ ഇത് കാണാൻ പറ്റും കേട്ടോ. അന്യായൊരു വൈബ് കിട്ടുന്ന ഒരു കിടിലൻ സ്ഥലം. പക്ഷെ കയറി വരാൻ കുറച്ച് പാടാണ്. നല്ല കുത്തനെ കിടക്കുന്ന കയറ്റമാണ്. നമുക്ക് രണ്ട് വഴി ഇവിടെ വരാം. ഒന്ന് ഈ പള്ളിയുടെ വഴി നമുക്ക് കയറി വരാം, മറ്റൊന്ന് അമ്പലത്തിൻ്റെ ആ വഴി നമുക്ക് കയറി വരാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടത്, ഞാൻ ഉറുകുന്ന് വന്നു,
പാറയുടെ വീഡിയോ ഇട്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ ഞാൻ കയറി വന്നത് അമ്പലത്തിൻ്റെ ആ വഴി കൂടെ ഞാൻ കയറി വന്നത്. അതെന്ന് പറഞ്ഞാൽ ഒന്ന് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന വഴിയാട്ടോ. പാറയൊക്കെ കല്ലൊക്കെ ഇളവി കിടക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഈ പള്ളിയുടെ വഴി കൂടെ കയറി വന്നത്. ഭാഗ്യമുണ്ട്, നമ്മൾ കയറി നമ്മുടെ ഈ കുരിശുമലയുടെ അടുത്ത് എത്തിയപ്പോഴാണ് മഴ പെയ്തത്. അതുകൊണ്ട് കയറി നിൽക്കാനുള്ളൊരു ഈ പള്ളി നമുക്കിവിടെ കയറി നിൽക്കാം നനയാതെ. അങ്ങനെ നല്ല കാറ്റുണ്ട് കേട്ടോ, കാറ്റും മഴയും അതുപോലെ മഞ്ഞും ആയിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ ഒരു ലക്കാണ്. നമ്മൾ കയറി വന്ന ശേഷമേ മഴ പെയ്തു, അതുപോലെ മഞ്ഞും. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടി കയറാൻ പോകട്ടെ, മുകളിലോട്ട് കയറാൻ പോവുക. അവിടെ ഒരു ശിവപാർവതി ക്ഷേത്രമുണ്ട്. ഞാൻ അന്ന് വന്ന സമയത്ത് അവിടെ നിന്നാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് കേട്ടോ. ക്ഷേത്രത്തിൽ നിന്നാണ് പിന്നെ ഇങ്ങോട്ട് വന്ന് ഇവിടെ കുരിശടിയും കണ്ടിട്ട് നേരെ ഈ വഴി നമ്മൾ കയറി വന്ന വഴി കൂടെ നമ്മൾ ഇറങ്ങിപ്പോയേ. ഇനി നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കയറി പോവാം. ഇവിടെ വലിയ വഴിയൊന്നുമില്ല കേട്ടോ. അന്ന് വന്നപ്പോഴും വലിയ വഴിയൊന്നുമില്ലായിരുന്നു, നിരങ്ങിയൊക്കെയാണ് ഒന്ന് ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് കയറി പോവാം. ഇപ്പോൾ തിന്നടിച്ച് വീണേ, നീ തിരിക്കരുത്, കാല് ചെറുപാട് തെന്നും, സ്വാഭാവികം. റിസ്ക്കാണ്. ഇവിടെ ഈ മഴയും പെയ്തു. മഴ നല്ലതാണ്, പക്ഷേ ഇവിടെ എത്തിയ സമയത്ത് മഴ ചെറുതായിട്ട് പണി തന്നു എന്ന് സംശയം. ആ മരത്തിൽ കൂടെ കയറി. ആ മരത്തിൽ കൂടെ കയറി കേട്ടല്ലേ. കൈതാ അവിടെ അങ്ങോട്ട് കയറി പോകണം. കൈ തരാനോ? എങ്ങനെ കൈ തരിഞ്ഞ? നീ പോയേ. അങ്ങനെ നമ്മൾ കയറി ഇങ്ങനെ സ്ഥലത്തോട് കയറി. വഴിയുണ്ട് ഇവിടെ എത്തി. വഴിയുണ്ട് കേട്ടോ. അത് അപ്പുറത്തൂടാ. ഒരു രക്ഷയില്ല. എൻ്റെ മഞ്ഞുണ്ടോ? ഇനി ഇങ്ങോട്ട് കയറി വരും. വെയിൽ പോയി മഞ്ഞ് പോയി. എന്ത് കുറുക്കൻ്റെ അല്ലാണോ? നമ്മൾ നേരത്തെ തന്നെ കുരിശടി അവിടെ നമ്മൾ കയറി ഇവിടെ എത്തി. ദോ കാണുന്ന സിറ്റി ക്യാമറയിൽ എത്രമാത്രം ക്ലിയർ ഉണ്ടെന്ന് അറിയത്തില്ല. അത് പുനലൂരാണ്. അവിടെ എല്ലാം കോട കൊണ്ട് നിറഞ്ഞോട്ടോ. നേരെ പോകുന്നത് മഹാഭാരതത്തിൽ പാണ്ഡവന്മാർ ഒളിച്ചിരുന്ന ഒരു ഗുഹയുണ്ട്. ഇവിടെ ഫുള്ള് കരിഞ്ചെള്ളാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഒരു സംഭവമുണ്ട്, കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഓരോരോ തുരങ്കം പോലാണ് ഇവിടുത്തെ പാറകളിരിക്കുന്നത്. അന്നൊരു സമയത്ത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ കുറച്ചും കൂടി ഇനി കയറി വന്നിട്ടോ. ഇനി അവിടെ അമ്പലമാണ്. രക്ഷയില്ല, നല്ല വ്യൂ. അവിടെയാണ് തെമ്മല ഡാം കാണാൻ പറ്റുന്നത്. നല്ല രീതിയിൽ കാണാൻ പറ്റും. ക്യാമറയിൽ എത്രമാത്രം ക്ലിയർ ഉണ്ടെന്ന് അറിയത്തില്ല, പക്ഷേ നേരിട്ട് കാണാൻ കിടിലമാണ്. നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും കേട്ടോ തെമ്മല ഡാമേ.
നമ്മൾ കുരിശുമല നിന്നേക്കാട്ടിലും കിടിലം വ്യൂ ആണ് നമ്മളിപ്പം ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തപ്പം കാണുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ പാറയും അതിൽ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. Never slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no അത് ഫാമിലി ആയിട്ട് വന്നതാ. ഇത് ഈ വ്യൂ കാണണ്ടേ? നിങ്ങൾ കുരങ്ങന്മാരെ കാണുന്നുണ്ടോ? നോക്കൂ, സൂക്ഷിച്ച് നോക്കൂ, എത്രണ്ണമാണ് നോക്കി. വ്യൂ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഫാമിലി ടൂറിന് വന്നതായിരിക്കും. ഇനി ഇവിടെ വരാത്തവരാണെങ്കിൽ നേരെ പുനലൂർ വരുക. അവിടുന്ന് തെമ്മലപ്പം റൂട്ടിൽ ഉറുവെന്ന് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഇടത്ത് കയറി നേരെ വരുന്നത് ഈ പാറയുടെ താഴത്തെ റോഡിലാണ്. അപ്പോൾ അവിടെ ഈ പാറയുടെ മുകളിൽ കയറാൻ തന്നെ 2 വഴിയുണ്ട്. ഒന്ന് ക്ഷേത്രത്തിൻ്റെ വഴിയും ഒന്ന് ഈ കുരിശുമലയുടെ വഴി. ഞങ്ങൾ കയറി വന്ന് കുരിശുമലയുടെ വഴി കേട്ടോ. നല്ല കയറ്റമാണ്. എന്തായാലും ഇവിടെ വരുന്നവർ ഒരു കുപ്പി വെള്ളം നമ്മുടെ കൈ കാണും കേട്ടോ. അല്ലെങ്കിൽ ദാഹിച്ച് കഴിഞ്ഞാൽ താഴെ ഇറങ്ങിയിട്ടേ പിന്നെ വെള്ളമൊക്കെ ഉള്ളൂ. പിന്നെ ക്ഷേത്രത്തിൻ്റെ ഇവിടെ ഒരു വെള്ളം ഇരിപ്പുണ്ട്. അത് കഴിച്ചോ? എന്നാൽ ചിപ്സ് കൊടുക്കാം. ഇനി കുറച്ച് മുമ്പ് നമ്മൾ താഴെ ഇരുന്നില്ലായിരുന്നു. അവിടെ നമ്മൾ പോയി ഇരിക്കും. കാരണം വെച്ചാൽ ഇപ്പോൾ 1:40 ട്രെയിൻ വരും കേട്ടോ. നമ്മുടെ ചെന്നൈ എഗ്മോർ ട്രെയിൻ വരും. നമുക്ക് അവിടുന്ന് കാണാൻ അടിപൊളിയാണ്. അതിങ്ങനെയാണ്. ഇവിടുന്ന് കാണുന്നതിനെക്കാട്ടിലും കിടിലം അവിടുന്ന് ഇരുന്ന് കാണുന്നതാണ്. കാരണം ഈ മലഞ്ചെരുവിൽ കൂടെ ട്രെയിൻ ഇങ്ങനെ വരുന്ന കാണാൻ കിടിലമാണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി അവിടെ പോയി ഇരിക്കുവാണ്. എന്തായാലും ട്രെയിൻ വരാൻ ഇനി സമയമുണ്ട്. ഇപ്പം 1 മണി കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം ഇരിക്കാം. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടെ ഇരിക്കാം. ട്രെയിൻ വരുന്നത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ട്രെയിൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവിടെ നിന്ന് വരും കേട്ടോ ട്രെയിൻ. അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലം ഉണ്ട്. ഇത് ഫുള്ള് ചെള്ളാണ്. ഇവിടെ നമ്മൾ ഇരിക്കുന്നത്. ട്രെയിൻ വരാൻ വേണ്ടി കാത്തിരിക്കുക. ഏത് നിമിഷം വരും. കിടിലാണ് കേട്ടോ. ഇവിടെ വരാത്തവർ ഉറപ്പായിട്ടും വരണം. കാണേണ്ട ഒരു മലയും കാണേണ്ട ഒരു കാഴ്ചയാണ്. കിടിലാണ്. അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങി വന്നു കേട്ടോ. താഴേക്ക് ഇറങ്ങി വന്ന് ഇവിടെ മെഴുകുതിരിയൊക്കെ വീണ്ടും കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.